മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം കേരളത്തിലെ പൊതുസമൂഹമാകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും മക്കളെ വിദ്യാഭ്യാസത്തിന് അയച്ചിരിക്കുന്ന രക്ഷിതാക്കളാകെ ഭീതിയിൽ, ഭയത്തിൽ കഴിയുകയാണ്. രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാതെ മാതാപിതാക്കൾ വളരെയേറെ ആശങ്കയിലും ദുഃഖത്തിലുമാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. എന്താണിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നാം കേൾക്കുന്നതായിട്ടുള്ള കഥകളല്ല യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. വിദ്യാർത്ഥികളുടെ വേഷമിട്ടുകൊണ്ട് വേട്ടപ്പട്ടികളായും ചെന്നായ്ക്കളായും പൈശാചികമായ ക്രൂരപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ തേർവാഴ്ച നടത്തുന്നതായി നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുകയാണ്. സ്വന്തം സ്ഥാപനത്തിൽ പഠിക്കുന്ന സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികളെ മാരകമായി മുറിവേൽപ്പിക്കുന്ന, ഒരളവിൽ പറഞ്ഞാൽ കൊല്ലാൻ പോലും ആകത്തക്ക രീതിയിൽ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും സംഭവങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിൽ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ റാഗിംഗ് എന്ന പേരിട്ടാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും ഒരളവ് വരെ വിശേഷിപ്പിക്കുന്നത്. ആ ഒരു പദം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ ഒരു അധ്യാപകനായി എനിക്ക് സാധിക്കുന്നില്ല. ഇത് ചെയ്യുന്നവരെ വിദ്യാർത്ഥികൾ എന്ന് വിളിക്കാനും എനിക്ക് വലിയ പ്രയാസമാണ്. ഇവർ വിദ്യാർത്ഥികളല്ല. ഇവർ വിദ്യാർത്ഥികളുടെ വേഷം കെട്ടി അരയ്ക്ക് ചുറ്റും കടാരിയും പിച്ചാത്തിയും മാരകായുധങ്ങളുമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥി ആണെന്നുള്ള മട്ടിൽ നടന്ന് കൂടെ പഠിക്കുന്നവരെയും കൂടെ താമസിക്കുന്നവരെയും മൃഗീയമായി വേട്ടയാടുന്ന ഒരുതരം ക്രിമിനൽ സംഘമായി കുറേ വിദ്യാർത്ഥികൾ മാറിയിരിക്കുന്നു. എന്താണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത്? കോട്ടയത്തെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ 5 വിദ്യാർത്ഥികളെ തല്ലി ചതയ്ക്കുന്നതായ അതിൻ്റെ വീഡിയോകൾ മുഴുവൻ പൊതുസമൂഹത്തിൽ പരസ്യമായി വന്നു കഴിഞ്ഞു. കുട്ടികൾ നിലവിളിക്കുകയാണ്. ജൂനിയർ വിദ്യാർത്ഥികൾ 1ാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂരമായി 3ാം വർഷ വിദ്യാർത്ഥികൾ മുറിക്കകത്തിട്ട് ചവിട്ടുകയും തൊഴിക്കുകയും വായിൽ ശുചിമുറികൾ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഷൻ ഒഴിക്കുകയും ക്രീം ഒഴിച്ചു കൊടുക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ ഈ ജിംനാഷ്യത്തിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് വേദനിപ്പിക്കുകയും കോമ്പസ് ഉപയോഗിച്ച് ശരീരം മുഴുവൻ കീറി മുറിക്കുകയും ചെയ്യുന്ന അത്യന്തം പ്രാകൃതമായ, മൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ കുറേ വിദ്യാർത്ഥികൾ പ്രവർത്തിച്ച ചിത്രം ഇപ്പോഴും ജനങ്ങൾ കാണുമ്പോൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നത് ഗൗരവമായി ഉത്തരവാദപ്പെട്ട ആളുകൾ ആലോചിക്കണം. ഇത് സമൂഹത്തിൽ ആകെ കൂടെ ഉണ്ടായിരിക്കുന്ന ധാർമ്മികമായ അധപ്പതനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് എന്നൊക്കെ നമുക്ക് താത്വികമായി വ്യാഖ്യാനിക്കാമെങ്കിലും ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു നിമിഷം പോലും ഈ തരത്തിലുള്ള ആളുകളെ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്ന് ആർജവത്തോടുകൂടി ഭരണകൂടവും പൊതുസമൂഹവും തീരുമാനമെടുക്കണം. കുപ്രസിദ്ധമെന്ന് പറയട്ടെ, പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന റാഗിങ്ങിൻ്റെ പേരിൽ എന്ന മട്ടിൽ നടന്ന പീഡനത്തിൻ്റെ ഫലമായി ഒരു കുട്ടി, സിദ്ധാർത്ഥൻ എന്ന പേരുള്ള ഒരു കുട്ടി മരിച്ചതാണ്, ആത്മഹത്യ ചെയ്തതാണെന്ന് ഒരു കൂട്ടർ പറയുന്നു. കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് മറ്റൊരു കൂട്ടർ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ വിശ്വസിക്കുന്നു. ആ മാതാപിതാക്കൾ കണ്ണുനീരോടുകൂടി സിദ്ധാർത്ഥൻ അന്ത്യവിശ്രമം കൊള്ളുന്ന നെടുമങ്ങാട്ടുള്ള ഭവനത്തിലെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്ന രംഗം ആരുടെയും കണ്ണുകൾ നിറയ്ക്കുന്നതാണ്. എത്ര പ്രതീക്ഷയോടുകൂടിയാണ് ഒരു മകനെ ഈ പറയുന്ന വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥിയായി കൊണ്ടുവിട്ടത്. ആ മാതാപിതാക്കൾക്ക് ആ മകൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്ര കോടി രൂപ കൊടുത്താലും ആ മകനെ തിരിച്ചുവിട്ടാനായി സാധിക്കുമോ? എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നു? ആ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം തേടുന്നത്. ഇത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന് വളരെ ലളിതമായ ഒരു ഉത്തരമുണ്ട്. ഈ തരം കാപാലിക മൃഗീയ ക്രൂര പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കാനായി ഒരു കൂട്ടം ആളുകൾ ഇവരുടെ പുറകിലുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തന്നെയാണ് എന്ന് പറയാൻ
യാതൊരു മടിയുമില്ല. ഈ നടന്ന സംഭവ പരമ്പരകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിരന്തരമായി പ്രതിഭാഗത്ത് നിൽക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ SFIയും അതിലെ പ്രവർത്തകരുമാണ് എന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂരകൃത്യം ചെയ്യുന്നവർ നിർബാധം തുടർന്നും അവരുടെ കലാലയങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ നടക്കുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ഈ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്താലും ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ മുഖ്യ കാരണം. രണ്ടാമത്തെ പ്രധാന കാരണം, ഈ തരത്തിൽ ക്രൂര പ്രവർത്തനങ്ങൾ നടത്തിയവർ പിടിക്കപ്പെട്ടാൽ പോലും അവർക്ക് മാതൃകാപരമായി കഠിനമായ ശിക്ഷ കൊടുക്കുവാൻ ഒന്നുകിൽ നമ്മുടെ നിയമ സംവിധാനം മുന്നോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഭരണ സംവിധാനം ഒരുക്കുന്നില്ല. ഇത് ഒരു കാര്യം കാരണം, ഇത്തരം സംഭവങ്ങൾ 1998 ഇന്ത്യയിൽ ആദ്യമായി ആൻറ്റി റാഗിംഗ് ആക്ട് പാസ്സാക്കിയ സംസ്ഥാനങ്ങളിൽ കേരളവും ഉൾപ്പെട്ടത്. 1996 ഇന്ത്യയിൽ ആദ്യമായി ആൻറ്റി റാഗിംഗ് ആക്ട് പാസ്സാക്കിയത് തമിഴ്നാട്ടിലാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ആൻറ്റി റാഗിംഗ് ആക്ട് 98 നിയമമായി പാർലമെന്റ് അസംബ്ലിയിൽ പാസ്സാക്കി ഇന്ന് ഈ സംസ്ഥാനത്ത് നിലവിലുണ്ട്. ഏതാണ്ട് 27 വർഷങ്ങൾ പൂർത്തിയായി ആ നിയമം പാസ്സാക്കിയിട്ട്. ഇവിടെ എത്ര കേസുകളിൽ ഈ പ്രതികളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെട്ടു? വളരെ അപൂർവം കേസുകളിൽ മാത്രമേ ഇതിൻ്റെ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. 2005 ഇതുപോലെ കോട്ടയത്തെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഒരു പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗം ചെയ്താണ് റാഗിങ്ങിൻ്റെ പേരിൽ ഇല്ലാതെയാക്കിയത്. ആ വിദ്യാർത്ഥികളിൽ പെട്ട 3 പേർ 10 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടിപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അങ്ങനെ ഈ പറഞ്ഞോണം 27 വർഷത്തിൽ ഒരു കേസിലെ പ്രതികൾ മാത്രം ശിക്ഷിക്കപ്പെടുമ്പോൾ മറ്റ് നടന്ന സംഭവങ്ങളിലെ പ്രതികളൊക്കെ എവിടെ പോയിരിക്കുന്നു? ഇവിടെ കേരളത്തിലെ കലാലയ മുത്തശ്ശി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്തിലെ തിലകക്കുറിയായി ഉയർന്ന് ശോഭിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറികൾ സ്ഥാപിച്ചിരുന്നു എന്ന ഒരു കാര്യം പൊതുസമൂഹം ധാരാളമായി കേട്ടിട്ടുണ്ട്. അവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ കസ്റ്റഡിയിലാണ് ആ കോളേജിലെ ഒരു മുറി. ആ മുറി ഒരിക്കൽ പരിശോധിച്ചപ്പോൾ അതിനകത്ത് കടാരയും വടിവാളും അതുപോലെയുള്ള മാരകായുധങ്ങളാണ് കണ്ടെത്തിയത്. ഇവിടെ നാം കാണേണ്ടതായ സങ്കടകരമായ മറ്റൊരു വസ്തുത, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ അധികാരം കൈയാളുന്നവർ, മേലാളന്മാരായിരിക്കുന്നവർ വളരെ വളരെ നിരുത്തരവാദപരമായി യാതൊരു വകയ്ക്കും കൊള്ളാതെ നിർജീവമായി അവരുടെ കസേരകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്നതാണ്. ഇവിടെ ഏറ്റവും ഒടുവിൽ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ ആ ഹോസ്റ്റലിൽ ഒരു വാർഡനെ നിയമിച്ചിട്ടുണ്ട്. ആ വാർഡനെ അവിടെ കാണാനില്ല. അവിടെ ഒരു കെയർ ടേക്കർ എന്ന് പറഞ്ഞ് ഒരാളിനെ നിയമിച്ചിരിക്കുന്നത് ഡെയിലി വേജസിലാണ്. അയാൾ ഏതോ പട്ടാളത്തിൽ നിന്നൊക്കെ പെൻഷൻ പറ്റി പരിഞ്ഞ് ദിവസ ശമ്പളത്തിലാണ് ഒരു കെയർ ടേക്കറെ അവിടെ നിയമിച്ചിരിക്കുന്നത്. അയാളാണ് ആ ഹോസ്റ്റൽ നടത്തിക്കൊണ്ടു പോകുന്നത്. എന്തൊരു ദയനീയമായ ചിത്രമാണ്. ആ കോളേജിൻ്റെ പ്രിൻസിപ്പലിന് ഉത്തരവാദിത്തമില്ലേ? അവരാണല്ലോ വാർഡൻ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോളേജുകളുടെയും ഹോസ്റ്റലുകളുടെയും ചുമതല സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്തത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. കോട്ടയത്തെ ഹോസ്റ്റലിൽ രാത്രി സമയങ്ങളിൽ അവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ ഈ വാർഡനോ അതല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡനോ നാളിതുവരെ ശ്രമിച്ചിട്ടില്ല. അവിടെ സീനിയർ വിദ്യാർത്ഥികൾ രാത്രിയിൽ ജൂനിയർ വിദ്യാർത്ഥികളുടെ മുറിയിൽ കയറി അവരോട് ബലാത്കാരമായി പണം ആവശ്യപ്പെടുക, മദ്യപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, മയക്കുമരുന്ന് വ്യാപകമായി ഉപയോഗിക്കുക, ഇതെല്ലാം നടക്കുമ്പോഴും നിർവികാരരായി നിസ്സംഗരായി മാറി നിൽക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ മേലധികാരികളെ ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരുത്താൻ പാടില്ല. അവരെയും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കണ്ണിൽ പൊടിയിടുന്നതിനായി കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലിനെയും വാർഡനെയും സസ്പെൻഡ് ചെയ്തു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായ ഒരു ശിക്ഷാ നടപടിയാണ്. 10-12 ദിവസങ്ങൾ കഴിയുമ്പോൾ ജനങ്ങളൊക്കെ ഇത് മറക്കും, അവരെ തിരിച്ചെടുക്കും, ആരും അറിയത്തില്ല.
അപ്പോൾ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു സംഭവം കൂടെ പറഞ്ഞ് ഈ വീഡിയോ പൂർത്തീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ കാര്യവട്ടത്തുള്ള ഗവൺമെന്റ് കോളേജുകളിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള 7 പേരെ മർദ്ദിച്ച് അവശരാക്കിയിരിക്കുന്നു. മുറിയിൽ കട്ടിലിലൊക്കെ പിടിച്ചു കെട്ടിയിട്ട് അവരെ മർദ്ദിക്കുകയാണ്. 2 ജൂനിയർ വിദ്യാർത്ഥികൾ പരാതി കൊടുത്തു. അതിൻ്റെ പേരിൽ അവിടെ ആഭ്യന്തരമായ ആന്റി റാഗിംഗ് കമ്മിറ്റി കൂടി ആ പരാതി സത്യമുള്ളതാണ് എന്നവർ കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ട് പ്രിൻസിപ്പലിന് മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് ഈ റിപ്പോർട്ട് പോലീസിനെ ഏൽപ്പിക്കുകയാണ്. പോലീസ് അതിന്മേൽ കേസെടുത്തിരിക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വാർത്ത. എന്നാൽ ഇതൊക്കെ കേസെടുത്താൽ പോലും കുറെ കഴിയുമ്പോൾ ഈ കേസുകളൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്ന അനുഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു ഫോർമുലയുമായി രാഷ്ട്രീയ നേതാക്കന്മാർ പോവുകയും ഒരു രക്ഷകർത്താക്കളെയൊക്കെ ഒരർത്ഥത്തിൽ പലതരത്തിൽ പ്രലോഭിപ്പിച്ചും വേണ്ടി വന്നാൽ ഭീഷണിപ്പെടുത്തിയും ഒക്കെ സ്വന്തം മക്കളുടെ പരാതി തന്നെ പിൻവലിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നിരവധിയാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ 2 കാര്യങ്ങൾ അടിയന്തരമായി ഗവൺമെൻറ് ചെയ്യണം. ഒന്ന്, ഈ സർക്കാർ ഉടമസ്ഥതയിലുള്ള എല്ലാ ഹോസ്റ്റലുകളിലും ഈ കൃത്യമായി ഉത്തരവാദിത്വ ബോധമുള്ള അധികാരമുള്ള വാർഡന്മാരെ നിയമിക്കുകയും അവർ ഓരോ ദിവസവും അവിടെ നടക്കുന്ന സംഭവങ്ങൾ വിലയിരുത്തി മാസാമാസം അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രിൻസിപ്പലിനോ ഡയറക്ടർക്കോ കൊടുക്കുകയും വേണം. രണ്ടാമതായി, ഇതിൽ പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ ആ സ്ഥാപനങ്ങളിൽ എന്നേക്കുമായി പുറത്താക്കുകയും ക്രിമിനൽ കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പുതിയ IPC പുതിയ BNS ഉപയോഗിച്ചുകൊണ്ട് അവരെ ക്രിമിനലായി കൈകാര്യം ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ ഈ കിരാതമായിട്ടുള്ള റാഗിംഗ് എന്ന് പറയുന്ന പരിപാടി അവസാനിപ്പിക്കാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള, മൃഗീയമായിട്ടുള്ള, പൈശാചികമായിട്ടുള്ള റാഗിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന ഈ നരഹത്യ അല്ലെങ്കിൽ ഒരു വധശ്രമം എന്ന രീതിയിൽ തന്നെ കുറ്റപ്പെടുത്തി ഈ ക്രിമിനലുകളെ കയ്യാമം വെച്ച് പോലും ലോക്കപ്പിലടച്ച് മേൽ ശിക്ഷാ നടപടികൾ മാതൃകാരമായി എടുക്കണം. എങ്കിൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ എന്നാണ് പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ എടുക്കുന്ന നടപടികളിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം എല്ലാ പിന്തുണയും നൽകും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഈ ഭരിക്കുന്ന കക്ഷിയും അവരുടെ പോഷക സംഘടനയും ഉത്തരവാദിത്തം പറയേണ്ടതായി വരും, വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ SFIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ മാതൃസംഘടനയായ CPMൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നുള്ള തമാശ കളിയായി, ക്യാപ്സ്യൂൾ വിതരണമായി അവസാനിക്കാതെ മാതൃകാപരമായി ഈ ക്രിമിനലുകളെ ശിക്ഷിക്കുകയും ഈ വിപത്തെ കേരളത്തിലെ കലാലയ സ്ഥാപനങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റുന്നതിനുള്ള ആർജവം ഭരണരംഗത്തിരിക്കുന്നവരും പോലീസ് ഉദ്യോഗസ്ഥരും കാട്ടണമെന്നുമാണ് പൊതുസമൂഹത്തിന് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാനുള്ളത്.